ഇറാൻ തുനിഞ്ഞിറങ്ങുകയാണ് അമേരിക്കയെ ചാമ്പലാക്കാൻ. ഇറാന്റെ ലക്ഷ്യം അമേരിക്കയെ തകർക്കുക എന്നതാണ്. കാരണം ഇസ്രായേലിനെ സഹായിക്കുന്നത് അമേരിക്കയാണ്. ആ അമേരിക്കയെ എങ്ങനെയെങ്കിലും തകർത്താൽ മാത്രമേ ഇറാന് രക്ഷയുള്ളൂ എന്നാണ് ഇറാൻ കരുതുന്നത്. ഗൾഫിലെ 3 തന്ത്രപ്രധാന ദ്വീപുകളിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പുതിയ വ്യോമ തീരദേശ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആഗോളതലത്തിൽ നിർണായകമായ ഒരു കപ്പൽ പാതയായ ഹോർമുസ് കടലിനടുക്കിനടുത്തുള്ള ഗ്രേറ്റർ തുൻബ്, ലെസർ തുൻബ്, അബു മുസ എന്നിവിടങ്ങളിലാണ് ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. ഈ മിസൈൽ വിന്യാസത്തോടെ 600 കിലോമീറ്റർ വരെയുള്ള ശത്രു താവളങ്ങൾ, കപ്പലുകൾ, ആസ്തികൾ എന്നിവയെ ലക്ഷ്യമിടാനുള്ള ഇറാന്റെ കഴിവ് വർദ്ധിച്ചതായാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് നേവി കമാൻഡർ അലി റേസ തങ്സിരി ഇറാനിയൻ മാധ്യമങ്ങളോട് പറയുന്നത്. ഏതൊക്കെ സംവിധാനങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്നാൽ പുറത്തു വന്ന ഒരു TV റിപ്പോർട്ടിൽ കമാൻഡർ സൈനികരെയും ഗ്രൗണ്ട് അധിഷ്ഠിത മൊബൈൽ മിസൈൽ സംവിധാനങ്ങളെയും സ്പീഡ് ബോട്ടുകളെയും പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. മാത്രമല്ല, ഗാർഡുകൾ അടുത്തിടെ ഈ പ്രദേശത്ത് സൈനിക അഭ്യാസങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. കിഴക്കൻ പേർഷ്യൻ ഗൾഫിന്റെ മേഖലയിലുള്ള ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ കവറേജ് ഇതോടെ പൂർത്തിയായി. ഇറാന്റെ വടക്കൻ തീരപ്രദേശം മുതൽ തെക്ക് ഗൾഫ് രാജ്യങ്ങൾ വരെ ഇത് വ്യാപിച്ചിരിക്കുന്നുണ്ട്. തങ്ങളുടെ ദ്വീപ് ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാന് എമിറേറ്റ്സ് അമേരിക്കൻ ഗാരിസൺ അൽ ദഫ്ര വ്യോമതാവളത്തെ ലക്ഷ്യമിടാനും ശത്രു ആക്രമണമുണ്ടായാൽ ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ താവളങ്ങളിൽ നിന്ന് പറക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഹോർമുസ് കടലിടുക്കിലേക്ക് അടുക്കുന്നത് തടയാനും കഴിയും. ഈ കവറേജിൽ ബാവർ 373 സെക്കൻഡ്, S-300 PMU-2, വേല ലെജൻസി 200BE, ഹോർദാദ് 50, പിന്നെ ഹോർദാദ് 3 തുടങ്ങിയ ശക്തമായ ഇറാനിയൻ ഉപരിതല വായു മിസൈലുകളാണ് ഉൾപ്പെടുത്തുന്നത്. 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 32 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഇറാന്റെ ഉപരിതല വായു മിസൈലുകളിൽ ഒന്നാണ് ബാവർ 373 സെക്കൻഡ്. ബാവർ 373 സെക്കൻഡിന് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും അവയെ ആക്രമിക്കാനും കഴിയും. ഇറാൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മിസൈലുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ലോകം മുഴുവൻ ചോദിക്കുന്നത്. അതായത്, അമേരിക്കയെ തകർക്കാൻ ഇറാനെ കൊണ്ട് കഴിയുമോ? ആവശ്യത്തിന് ആയുധങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്ത ഇറാന് എങ്ങനെയാണ് അമേരിക്കയെ തൊടാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യവും ഇവിടെ ബാക്കിയാവുകയാണ്. ഈ സിസ്റ്റം ഘട്ടം ഘട്ടമായുള്ള അറേ റഡാർ ഉപയോഗിക്കുന്നു. ഇത് ഇലക്ട്രോണിക് യുദ്ധത്തിന് ഉയർന്ന കൃത്യതയും പ്രതിരോധവും നൽകുന്നവയാണ്. യുദ്ധവിമാനങ്ങൾ, ബോംബറുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബാവർ 373 സെക്കൻഡിന് ചില ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ ശേഷികൾ ഉണ്ടെന്നും റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ മേഖലയിൽ ഇറാൻ വിന്യസിച്ച മറ്റൊരു മിസൈലാണ് S-300 PMU-2. SA-20B ഗാർഗോയിൽ എന്നും അറിയപ്പെടുന്ന S-300 PMU-2 റഷ്യൻ നിർമ്മിതമായ ഒരു ഉപരിതല വായു മിസൈൽ സംവിധാനമാണ്. ഇത് S-300 PMU-1ന്റെ നവീകരിച്ച പതിപ്പാണ്. ലോകത്തിലെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. 200 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി. 27 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ ഈ സിസ്റ്റത്തിന് തകർക്കാൻ കഴിയും. ഒരേ സമയം 12 ലക്ഷ്യങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനും ഇതിന് കഴിയും. S-300 PMU-2 ചക്രങ്ങളുള്ള ചേസിൽ സംഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ഇത് വളരെ ചലനാത്മകവും വിന്യസിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെയുള്ള ഇറാൻ വിന്യസിച്ച മറ്റൊരു മിസൈലാണ് SA-5 ഗാമൺ എന്നും അറിയപ്പെടുന്ന ലെഗൻസി S-200BE. 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അവയ്ക്ക് 40 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ ഈ സംവിധാനത്തിന് ആക്രമിക്കാൻ കഴിയും. ഉയർന്ന ഉയരത്തിലുള്ള ബോംബറുകൾക്കും രഹസ്യാന്വേഷണ വിമാനങ്ങൾക്കുമെതിരെ പ്രതിരോധിക്കുന്നതിനാണ് S-200BE രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവ കൂടാതെ
ഹോർദാദ് 50, ഹോർദാദ് 3 എന്നീ 2 മിസൈലുകൾ കൂടി ഇറാൻ വിന്യസിച്ചിട്ടുണ്ട്. വ്യോമ പ്രതിരോധം മാത്രമല്ല, കപ്പൽ മേഖലകളിലും ഇറാൻ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദ്വീപുകളിലെ തീരദേശ കപ്പൽ പ്രതിരോധ മാർഗങ്ങളിൽ അബു മക്തി കപ്പൽവേദ ക്രൂയിസ് മിസൈൽ, ഖലീജ് ഫാർസ് കപ്പൽവേദ മിസൈൽ, ഹാദർ ക്രൂയിസ് മിസൈൽ എന്നിവ വിന്യസിച്ചതായി ജനറൽ തങ്സിരി പറഞ്ഞു. നാവിക യുദ്ധത്തിൽ തന്നെ നിർണായകമാണ് അബു മക്തി കപ്പൽവേദ ക്രൂയിസ് മിസൈൽ. 2020 ഓഗസ്റ്റിൽ അനാച്ഛാദനം ചെയ്ത ഇതിന് 2020 ജനുവരിയിൽ അമേരിക്കൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാഖി മിലീഷ്യ കമാൻഡറായ അബു മക്തി അൽ മുഹദ്ദിസിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇതിന് ഇറാനിയൻ പ്രദേശത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയും. മിസൈൽ അതിന്റെ പറക്കൽ പാത ആസൂത്രണം ചെയ്യുന്നതിന് കൃത്രിമ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. മിസൈൽ വളരെ താഴ്ന്ന ഉയരത്തിലാണ് പറക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ പ്രയാസമാണ്. അതുപോലെ തന്നെയാണ് ഖലീജ് ഫാർസ് കപ്പൽവേദ മിസൈലും. പേർഷ്യൻ ഗൾഫ് മിസൈൽ എന്നും അറിയപ്പെടുന്ന ഇത് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഒരു സിംഗിൾ സ്റ്റേജ് സ്ലോഡിൽ പ്രൊപ്പലൻ സൂപ്പർസോണിക് കപ്പൽവേദ ക്വാസി ബാലിസ്റ്റിക് മിസൈലുകളാണ്. 300 കിലോമീറ്റർ ദൂരപരിധിയിൽ ഇതിൽ 650 കിലോഗ്രാം സ്ഫോടകവസ്തു, വാർഹെഡും ഇന്റർ സ്പെഷൻസ് എവേഡിങ്ങും ഗൈഡൻസ് സിസ്റ്റവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇറാൻ വികസിപ്പിച്ചെടുത്ത മറ്റൊരു മീഡിയം റേഞ്ച് കപ്പൽവേദ മിസൈലാണ് ഖാദർ ക്രൂയിസ് മിസൈൽ. ഇതിന് 300 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. താഴ്ന്ന ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഇത് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. 200 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡ് ഘടിപ്പിച്ചിരിക്കുന്ന ഈ മിസൈലിന് തീരദേശ ലക്ഷ്യങ്ങൾക്കും യുദ്ധക്കപ്പലുകൾക്കും നേരെ ഉയർന്ന പ്രകടനം സൃഷ്ടിക്കാൻ സാധിക്കും. കടലിന് മേലെയുള്ള IRGCയുടെ നിയന്ത്രണം ദോഹയിലെ അൽ ഉദൈദ് വ്യോമതാവളം വരെയും മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളവും സെൻട്രോവിന്റെ ആസ്ഥാനവും അമേരിക്കൻ 5th ഫീൽഡിന്റെ ആസ്ഥാനവുമായ ബഹ്റൈൻ നാവിക കേന്ദ്രവും വരെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ഇറാന്റെ സാന്നിധ്യം എന്തായാലും അമേരിക്കയുടെ ഉറക്കം കെടുത്തുമെന്നതിൽ സംശയമില്ല. ഇറാനെതിരായ അമേരിക്കൻ ഭീഷണികൾ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞതിന് പിന്നാലെയാണ് ഗൾഫിലെ അമേരിക്കൻ സേനയെ പ്രതിരോധത്തിലാക്കുന്ന ഈ നീക്കം ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇറാൻ ഭയക്കുന്നത് അമേരിക്കയെ തന്നെയാണ്. അമേരിക്ക ഏത് തരത്തിലും തകരണം, എന്നാൽ മാത്രമേ തങ്ങൾക്ക് ഇവിടെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തി ജീവിക്കാൻ കഴിയൂ എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇറാനെ ചുട്ടു ചാമ്പലാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു ഞൊടിയിടയിൽ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന് ഇറാൻ എപ്പോഴും മറന്നു പോകുന്നു.